I'm here inside my house, Sahadeva Mandiram, Olagattiambalam, PO Mavelikira. But these criminals are always trying to create fake stories. This is Olagattiambalam, Bharnikavu village, Pallikal Naduvilemuri, ward number is 1 and my house number is 89. And these criminals are always creating fake stories. And this property, this is my father's share, 9 cents. And first only this 9 cents we had. After that we bought 10 and 7. 10 first my mother bought when I was in 10th standard. After that 7 I bought in 2003 4 that period actually. Okay, so these are the property right here in this play here actually this which is adjacent to my this house actually. Three survey number, this property and other 7 cents belongs to 3 survey number actually. This property survey number is that is 7/28 and the other 2 are 7/32 and 7/33. These are the survey number of these 26 cents of land actually. And 2 more other properties are there right here in this Bharnikavu village, just near maybe 400-500 just meters actually to my those properties. And one is both having an extent of 35 cents each actually. And the other, what I'm saying is other property that lies at Tekkekara village having an extent of 52 cents of land, that is at Tekkekara village. Okay, this is Bharnikavu village and this is my house, ward number 1, Bharnikavu village, ward number 1 and എൻ്റെ വീട്ടു നമ്പർ എന്ന് പറഞ്ഞാൽ 89. ഇനി ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ കുറേ പേരിങ്ങനെ നമ്മളിങ്ങനെ വാച്ച് ചെയ്ത് ഇങ്ങനെ സർവ്വസമയം ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെങ്ങോട്ട് പോകുന്നു, നമ്മളുടെ മുഖ ഷേപ്പ് എങ്ങനെയാണ്, നമ്മളുടെ ബോഡി ഷേപ്പ് എങ്ങനെയായി, നമ്മളെന്താണ് കഴിക്കുന്നത്, നമ്മൾ എത്ര പ്രാവശ്യം കഴിച്ചു, നമ്മൾ അങ്ങനെ അങ്ങ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മളെന്തും ചെയ്യുന്നത് ഇവന്മാർ നോക്കിയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വെള്ളത്തിൽ അതും ഇതുമൊക്കെ കലക്കുക. പിന്നെ ഇപ്പോൾ ഇവന്മാരെ ഇന്ന് എൻ്റെ ഫേസ്ബുക്കിനകത്തോട്ട് ഇട്ടിരിക്കുകയാണ് നമ്മുടെ ഹെയർ ഡ്രയർ. എനിക്ക് ഹെയർ ഡ്രയർ ഒന്നും ഇല്ല ഇവിടെ, എനിക്ക് ഹെയർ ഡ്രയറിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ നാച്ചുറലിയാണ് എൻ്റെ മുടി ഉണക്കുന്നത്. ചീപ്പ് കൊണ്ട് ചീവി കെട്ടി വെച്ച് കുറച്ച് നേരം 10 മിനിറ്റ് കുളി കഴിഞ്ഞിട്ട് മുടി കെട്ടി വയ്ക്കും. അത് കഴിഞ്ഞ് അത് ഉണങ്ങിക്കോളും പതിയെ. സക്കി വെള്ളമൊക്കെ ആ തോർത്തിൽ ടവൽ സക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അഴിച്ചിട്ട് മുടി ചെയ്യുമ്പോഴത്തേനും എല്ലാം പ്രോപ്പറാകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇത്. അപ്പോൾ ഇവന്മാർ ഇനി എൻ്റെ മുടി ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെയർ ഡ്രയർ ഉപയോഗിച്ചത് കൊണ്ടാണ് എൻ്റെ മുടി പോകുന്നത്. ഇതൊന്നുമല്ല, ഇവന്മാർ ലേസർ വെച്ച് നമ്മുടെ തലയിലോട്ട് അടിക്കുക. ഭയങ്കര ചൂടുള്ള ലേസർ നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ അടിക്കുക. എന്നിട്ട് നമ്മുടെ ഹെയർ തിന്നാക്കുക, നമ്മുടെ ഹെയർ എല്ലാം ഊരിപ്പോകാൻ വേണ്ടി ഇതാക്കുക. ഇങ്ങനെയാണ് ഇവന്മാരുടെ പരിപാടികളെല്ലാം. അല്ലാതെ വേറൊന്നും അല്ല ഇവന്മാർ ചെയ്യുന്നത്. എനിക്ക് നല്ല തിക്ക് ഹെയർ ഉണ്ട്. എൻ്റെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മുടി എനിക്കായിരുന്നു കോളേജിൽ. മുടിയുള്ള കൊച്ചെന്നായിരുന്നു പറയുന്നത് തന്നെ. അപ്പം ഇങ്ങനെ അതുപോലെ വേറെ ഷീജ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കുമായിരുന്നു മുടി നല്ല ഒരേപോലെ കിടക്കുന്ന മുടിയാണ്. അത് കഴിഞ്ഞു എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവന്മാരിത് ഇങ്ങനെ കളയാനായിട്ട് ഇങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇവന്മാരുടെ ജോലിയാണിത്. പിന്നെ ഇങ്ങനെ ഇവന്മാരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരിങ്ങനെ വണ്ണം കൂട്ടുക, ഭയങ്കരമായിട്ട് ബ്ലോട്ടിങ് ഗ്യാസ് അടിച്ചിങ്ങനെ നമ്മളെ 3 ഇരട്ടി വീർപ്പിക്കുക. ഞാനിപ്പോൾ ഒന്നും കഴിക്കുന്നില്ല സത്യത്തിൽ. ജസ്റ്റ് മോർണിംഗ് മാത്രമാണ് നമ്മളെന്തെങ്കിലും നമ്മൾ മോർണിംഗ് ഒന്നും കഴിക്കാറേ ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറേ ഇല്ല. നമ്മൾ കഴിക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേന് ഇച്ചിരി ചോറ് കഴിക്കും, കറിയും. അപ്പോൾ അത് ഒത്തിരിയൊന്നുമില്ല, ഒരു 3 സ്പൂൺ ചോറ്. പിന്നെ കുറച്ചും കൂടെ ഒന്ന് കഴിയുമ്പോൾ ഒരു ഇച്ചിരി കൂടെ വിശക്കരുതല്ലോ എന്ന് വെച്ചാൽ 3 സ്പൂൺ ചോറ് എന്തോ ഉണ്ട്. ഇവരൊക്കെ 3-4 നേരം കഴിക്കും. എന്നിട്ട് അതിൻ്റെയൊക്കെ ക്വാർട്ടർ പോലും നമ്മൾ കഴിക്കുന്നില്ല. അവർ ഒരു നേരം കഴിക്കുന്നതിൻ്റെ ക്വാർട്ടർ പ്ലേറ്റ് പോലും നമ്മൾ കഴിക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അപ്പോൾ ഇവരിങ്ങനെ ചുമ്മാതെ നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. പിന്നെ ഇവന്മാരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ശ്വാസം മുട്ടിക്കുക, നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുക. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോഴെല്ലാം നമ്മുടെ തലയിലോട്ടിങ്ങനെ ഇവന്മാരിത് അടിയാണ് ജോലി. തലയിലോട്ടിങ്ങനെ സോണിക് വെപ്പൺ ഉപയോഗിച്ച് ഇങ്ങനെ ഹിറ്റ് ചെയ്യിപ്പിക്കുമ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ബ്ലഡ് ശരിക്കും ബ്ലഡ് വെസൽസിൽ കൂടെ ഫ്ലോ ചെയ്യത്തില്ല. കാരണം ഇങ്ങനെ തലയിങ്ങനെ വിറയ്ക്കും. നമ്മുടെ ഇത് അറിയാമല്ലോ, ഹിറ്റ് ചെയ്യുമ്പം വൈബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ
ഈ ബ്ലഡ് വെസൽസിൽ കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇവന്മാർ പലയിടത്തോട്ടും ഇവന്മാർ ഈ ആളുകളുടെ പല്ലൊക്കെ പൊങ്ങുന്നത്, നമ്മുടെ ഫേസിൻ്റെ സ്ട്രക്ചർ മാറ്റുക, നമ്മുടെ മൂക്ക് അതെന്തോ ഒരു ഗ്യാസാണ്, ഈ മൂക്കിൻ്റെ ഷേപ്പ് മാറ്റുക, നമ്മുടെ മൂക്കിൻ്റെ പാലമൊക്കെ നല്ല വലുതായിട്ടിരിക്കുന്ന ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മൂക്ക് ഇങ്ങനെ ചമ്മിയിരിക്കുന്നത് കാണാം. ഇങ്ങനെ പല രീതിയിൽ, കാരണം എൻ്റെ കുഞ്ഞിൻ്റെ മൂക്ക് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, കൊച്ചിലെയുള്ള മൂക്കുകളൊക്കെ ഇപ്പം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെയാണ് മൂക്കിൻ്റെ ഷേപ്പ് മാറുന്നത്? മൂക്കിൻ്റെ ഷേപ്പൊന്നും ഒരിക്കലും മാറത്തില്ല. ഇവന്മാർ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നതാണ്, മനസ്സിലായില്ലേ? ഈ മൂക്കിൻ്റെ ഷേപ്പൊന്നും ഒരിക്കലും മാറത്തില്ല. കാരണം നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്, മൂക്കിൻ്റെ ഷേപ്പ് ഒരിക്കലും മാറത്തില്ല. ഇങ്ങനെ ഇവന്മാർ നമ്മുടെ മൂക്കിൻ്റെ ഷേപ്പ് മാറ്റുക, പല ഫോട്ടോയിൽ പല ഇത്. അതുപോലെ നമ്മുടെ മുഖത്തോട്ട് ഭയങ്കരമായിട്ട് ലേസർ അടിച്ച് പൊള്ളിച്ചിട്ട് പറയുക പിഗ്മെൻറ്റേഷൻ. അങ്ങനെ മൂക്കേലോട്ട് ഇവിടോട്ടൊക്കെ ലേസർ അടിച്ച് പൊള്ളിച്ചിട്ട് പറയുക പിഗ്മെൻറ്റേഷൻ. ഇവർക്കെല്ലാം ഈ പൈസ വേണം, ഇങ്ങനെ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇട്ട് തന്ന സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ്റെ സ്റ്റാൻഡേർഡിലുള്ള നല്ല വർത്തമാനമായി എന്താന്ന് പറയുന്നത്, നിഘണ്ടുവിലില്ലാത്ത മലയാള നിഘണ്ടുവിൽ ഏറ്റവും നല്ല വാല്യുബിളായിട്ടെന്ന് ഉള്ള വേർഡ്സൊക്കെ ഉണ്ട് അവൻ്റെ കയ്യിൽ. ഫുൾ അവൻ്റെ അങ്ങനെയാണ്. മലയാള നിഘണ്ടുവിലുള്ള ഏറ്റവും നല്ല വാല്യുബിളായിട്ടുള്ള വേർഡ്സേ അവൻ്റെ വായിലേക്ക് വരത്തുള്ളൂ. അത്ര സ്റ്റാൻഡേർഡ് അവന്. എന്താ പറയുന്നത്, ഇവിടെ അങ്ങനെയൊന്നുമുള്ള സ്റ്റാൻഡേർഡുള്ള മനുഷ്യരേ ഇല്ല, ഈ ലോകത്ത് തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അവൻ്റെ വായിൽ നിന്ന് ഇങ്ങോട്ട് വീഴുന്ന എന്താണ് പറയുന്നത്, അത്രയ്ക്ക് നല്ല ഭാഷയാണ്. അപ്പം അവനാണ് ഇതുവഴി ഇങ്ങനെ പോവുക. എന്നിട്ട് എന്താണ് ഇങ്ങനെ ഏതോ കുരുടൻ ഇങ്ങോട്ട് വരുന്നത്. ഏത് കുരുടനാണെന്ന് നമുക്കറിയത്തില്ല. ഒരു കുരുടനും ഇവിടെ വരത്തില്ല. അവൻ്റെ കാല് മുട്ടി ഞങ്ങൾ റെഡിയാക്കും. ഏതെങ്കിലും ചുണയുള്ള ഇവനെ കണ്ടില്ലേ മുമ്പേ ഒരു വന്ന് കിടന്നിട്ട് പോയത്, എന്തോ ഒരു ടെമ്പോ അവൻ പോകുന്നത് കണ്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട്. ഇവനൊക്കെ ഏതാന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ വന്ന് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുകയാവും ഇവനൊക്കെ. നമുക്കറിയത്തില്ല. ഇവിടെ ഇട്ടിട്ട് ഇവൻ ആ പെരയ്ക്കകത്ത് കയറി ഇരിക്കുകയായിരിക്കും. ഇവൻ്റെ വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന കള്ളൻ്റെ. അവൻ ഇതുപോലെ വീരേന്ദ്ര സിംഗ് എന്നായിരുന്നു അവൻ്റെ പേര് ആദ്യമേ. ഇവൻ മാക്സിമം വീരേന്ദ്ര സിംഗിൻ്റെ പേരിലുള്ള ഇൻഷുറൻസൊക്കെ അതും ഇതൊക്കെ അടിച്ച് മാറ്റി കാണും. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇപ്പം പേര് മാറ്റി മനോജ് എന്നാക്കി. ഇവൻ പിന്നെയും മനോജ് എന്നാക്കുകയും അഡ്രസ്സ് മാറി. ഇനിയിപ്പോൾ അടുത്ത അഡ്രസ്സിൽ പോരാനാണ് ഈ പേര വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവന്മാരിങ്ങനെ പല അഡ്രസ്സിൽ ഇങ്ങനെ എന്താണ് പറയുന്നത്, ഇതൊക്കെയാണ് ഇവന്മാരെ പല അഡ്രസ്സിലാവുക. മനസ്സിലായില്ലേ? പല അഡ്രസ്സ്, പല പേര്. അപ്പം പാസ്പോർട്ട് പല അഡ്രസ്സിൽ പല പേരിലാകുമ്പം ഇല്ല ആളല്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള പിന്നെ അഡ്രസ്സും പേരും ഒക്കെ മാറുമ്പോൾ പിന്നെ വേറെ ആളാണെന്നുള്ളതൊക്കെ ആയിരിക്കും വിചാരം. പക്ഷേ ആധാർ കാർഡ് എന്ന് പറയുന്ന സാധനം ഒരേ നമ്പറിലുള്ള ആധാറാണ്, അതായിരിക്കുമല്ലോ. അല്ലാതെ നമ്പേഴ്സ് അതുപോലെ ഇങ്ങനെ ഇൻഷുറൻസ് മോഷ്ടിച്ചിങ്ങനെ നടക്കുക, മറ്റുള്ളവരെ കൊന്നും കൊലവിളിച്ചും വെറും കള്ളത്തര കഥകളുണ്ടാക്കി ഇങ്ങനെ അങ്ങ് നടക്കുന്ന ജോലിയാണ് ഇവന്മാർക്കും ഉള്ളത്. വെറും തേർഡ് റേറ്റ്സ്. നിങ്ങൾക്കറിയാം, ഞാനിവിടെ തന്നെയാണ്, എനിക്ക് എങ്ങും പോകേണ്ട കാര്യമില്ല. ഇങ്ങനെ ഓരോ അവളുമാർ രാത്രിയിൽ ഇവിടെയൊക്കെ പോകുന്നുണ്ടാകും. പക്ഷേ നമുക്ക് ഇതിൻ്റെയൊന്നും യാതൊരു ആവശ്യമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇവിടെ ഏതാണ്ട് നല്ല നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ഞാൻ പിന്നെ ലൈവ് കാണിച്ചു തരാം. അതങ്ങ് കട്ടായി നമ്മുടെ കയ്യിൽ നിന്ന്. നമ്മളിപ്പം തന്നെ ലൈവ് കാണിച്ചു തരാം. ഇന്ന് 28 ഡിസംബർ സൺഡേ ആണ്. ഇപ്പം സമയം 20:20 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8:20. ഓക്കെ, അപ്പം ഞാൻ സമയം കാണിച്ചു തരാം. ആദ്യം ഞാൻ അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കോട്ടെ. അപ്പൊ അത് ഒന്നാമത്തെ സ്ഥലം. ഞാൻ എല്ലാ സ്ഥലവും പറയാൻ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. തൃശ്ശൂർ ജില്ലയിലെ 2 സ്ഥലങ്ങൾ മാത്രം പറയാം. കണ്ടല്ലോ, 8:20 പറയുന്ന ഈ വീരവാദികളുണ്ട്, ഡിസംബർ. ഇവർ രണ്ടുപേരും കൂടി ചെയ്ത കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ, നാട്ടുകാരൊന്ന് അറിഞ്ഞോട്ടെ. കാരണം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ LDF-ന് 9 വാർഡുകളിൽ LDF ഭരിക്കുന്നതാണ് കൊടുങ്ങല്ലൂർ 28. ഓക്കെ, അവിടെ LDF-ന് പിന്നെ കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഞാനിപ്പം വേറെ ചാനൽ വെച്ച് കാണിച്ചു തരാം. നീക്കം നടത്തുന്ന ഘട്ടത്തിൽ അത് മറികടക്കാൻ ഈ 4 വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഞങ്ങളുടെ കുറ്റമല്ല, ഇങ്ങോട്ട് കിട്ടിയ വോട്ടാണ് എന്നുള്ളതാണ്. അപ്പോഴവിടെ ചോദ്യം നിലനിൽക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയ BJP പിന്തുണ ഉപേക്ഷിക്കാൻ എന്താണ് പ്രയാസം എന്നുള്ളത്. ഏതായാലും ആ ചോദ്യം ചന്ദ്രന് അഭിമുഖീകരിക്കേണ്ടത് തന്നെയാണ്. ഇതിന് മുൻപ് നിജേഷ് അരവിന്ദ്, നിങ്ങൾ ഇതിനകത്ത് റഹീം ചൂണ്ടിക്കാണിച്ച ഞാനൊന്ന് പൂരിപ്പിച്ചോട്ടെ റാഷി? യെസ്, പറയും. ഒന്ന് പൂരിപ്പിച്ചോട്ടെ. കഴുത്തിൽ പാടുകൾ, അമ്മയും സുഹൃത്തും കസ്റ്റഡിയിലെന്നു. ആരുടെ കൊലപാതകം? ആശുപത്രിയിൽ എത്തിച്ചത് മരിച്ച നിലയിൽ. നോക്കിയ കുട്ടിയുടെ തിരുവനന്തപുരം പഴക്കൂട് 4 വയസ്സുകാരൻ മരിച്ചു. ഇതേ മോഡലുള്ള ഓപ്പറേഷൻ ലോട്ടസ് BJP നടത്തിയിട്ടുണ്ടോ? അവിടെയെല്ലാം
അവിടെയെല്ലാം അവർ പറഞ്ഞതാണ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ രാഷ്ട്രീയമായി കാലുമാറിയതല്ല, ഞങ്ങൾ BJP-യോടൊപ്പം പോയതൊന്നുമല്ല, മറിച്ച് അവിടെയുള്ള ചില ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ തന്നെയാണ് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളത്. ശരി, വിജയ് ശർമ്മ ആളുകളും LDF-ഉം കൂടെ ചേർന്ന് BJP-യെ താഴെ ഇറക്കി. അവര് വേറെ ന്യൂസ് നോക്കാം. എന്തുകൊണ്ട് DCC പ്രസിഡന്റ് ലെറ്റർ പേഡിൽ കത്ത് കൊടുക്കാൻ നിന്നിട്ടില്ല? അപ്പൊ ഔസേപ്പിനെ ഞങ്ങൾ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് 28 ഡിസംബർ കണ്ടല്ലോ 2025. മത്സരിച്ചാണല്ല ഔസേപ്പ് താമരച്ചിലത്തിൽ മത്സരിച്ച ആളല്ല. ഔസേപ്പിനെ ജനങ്ങൾ പ്രത്യേകിച്ചും വലിയ മെജോറിറ്റി ഇല്ലാത്ത സമയത്ത് സ്വതന്ത്രരെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരണത്തിൽ ബോർഡ് രൂപീകരണത്തിലൊക്കെ സ്വാഭാവികമായും നടക്കുന്നതാണ്. അത് മാത്രമേ ചെയ്യുന്നതാണ്. CPM അക്കാര്യത്തിൽ അവര് ഇന്നലെ വന്ന് അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഗണിക്കുന്ന ഡിസംബർ 28. തൊട്ട് പിന്നാലെ ഓഫീസിലെത്തിയ ശ്രീലേഖയുടെ പ്രതികരണം ഇങ്ങനെ. സൗകര്യാർത്ഥം MLA ക്വാർട്ടേഴ്സിലേക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതെന്നാണെന്നുള്ളത്. ഇതിൽ കൂടുതലൊന്നും ഇതാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നിപ്പം തന്നെ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഏത് ഡേറ്റ് ആണ്. അതിനിടെ അപ്പുറം ഇപ്പുറം വേറെ ഇത് കാണും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഡേറ്റ് എന്നാണെന്നുള്ളത്.